നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് നിരന്തരം സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ദൈവമേ, എൻ്റെ നീതിമാനായ രക്ഷക, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, എൻ്റെ നീതിമാനായ രക്ഷക, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. ഞെരുക്കങ്ങളിൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു. എന്നോട് കരുണ തോന്നി എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. മനുഷ്യരെ, നിങ്ങൾ എൻ്റെ കീർത്തി എത്ര നാൾ മറച്ചു വയ്ക്കും? എത്ര നാൾ വിദ്യയെ സ്നേഹിക്കുകയും അസത്യം അന്വേഷിക്കുകയും ചെയ്യും? നിങ്ങളിത് അറിഞ്ഞുകൊള്ളുവേൻ. തിരഞ്ഞെടുക്കപ്പെട്ടവനെ കർത്താവ് തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് എന്നെ ശ്രവിക്കും. കോപിച്ചാലും പാപം ചെയ്യരുതേ. ഹൃദയത്തിൽ സംസാരിക്കുവേൻ. കിടക്കയിൽ നിങ്ങൾ ധ്യാനിക്കുവേൻ. നീതിയുടെ ബലികൾ അർപ്പിക്കുവേൻ. കർത്താവിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുവേൻ. നല്ലവരെ കാണിച്ചു തരാനും അവിടുത്തെ മുഖകാന്തി ഞങ്ങളിൽ പ്രസരിപ്പിക്കാനും ആരുണ്ട് എന്ന് ചോദിക്കുന്നവർ ഏറെയാണല്ലോ. ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം ആനന്ദം കർത്താവെ അങ്ങ് എൻ്റെ ഹൃദയത്തിന് നൽകി. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും. എന്നെ സമാധാനത്തിൽ വസിപ്പിക്കുന്നത് കർത്താവെ അങ്ങ് മാത്രമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു.
ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവരുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവ് തന്റെ വചനത്തിൽ വിശ്വസ്തനാകുന്നു. രക്ഷകനീശോ തൻ പ്രിയരാം ശിഷ്യഗണത്തിനു സാമോദം വാഗ്ദാനം ചെയ്തുന്നതമാം ജീവൻ ശാശ്വത സമ്മാനം. ജ്ഞാനവും അത്ഭുത ശക്തിയതും നൽകിയ അനുഗ്രഹമേകിയവൻ താതനോടെന്നും പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരോടുര ചെയ്തു. മിശിഹായിലുള്ള ഏവനും പുതിയ സൃഷ്ടിയാകുന്നു. ശ്രീവായാൽ നരവംശത്തെ രക്ഷിച്ചവനാം രാജാവേ, വിജയവിരാജിതനീശോയെ, സ്തുതിയും പരമാരാധനയും മാനവനുയിരു പകർന്നേടും. നിൻ തിരുശക്തി വരത്താൽ നീ പാവനമാക്കി തീർക്കണമേ മർത്യശരീരവും ആത്മാവും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കോട്ട സമാനം തിരുബലി സഭതൻ സുതരെ കാക്കട്ടെ. തിരുസന്നിധിയിൽ മാതാവും ശ്ലീഹരുമർദ്ധന ചെയ്യട്ടെ. മാംദാനായും നവ്യരുമേ സഭതൻ താതൻ തോമായും സഹദാമാരും പ്രാർത്ഥനയാൽ അനുനിമിഷം തുണയേകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും ഓർത്ത് അങ്ങയെ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന എൻ്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ. എൻ്റെ നാവിനും മധുരത്തിനും അങ്ങ് കാവൽ നിർത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ. ദുഷ്പ്രവർത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ. ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടരുടെ തൈലം കൊണ്ട് എൻ്റെ ശിരസ് പൂശാൻ അനുവദിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എൻ്റെ വാക്കുകൾ സ്നേഹമിശ്രണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എൻ്റെ ഹൃദയം നീറുമ്പോൾ എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു,
അങ്ങ് എൻ്റെ അഭയമാണല്ലോ. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശപഥപൂർവം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ താഴ്ത്തപ്പെട്ടു. അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. എൻ്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു. അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല. പാപികൾ എനിക്ക് കെണികൾ വെച്ചു, എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നേക്കും എൻ്റെ ഓഹരി. അതിനാൽ അവയിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നും സത്യമായി പാലിക്കാൻ എൻ്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവേൻ, ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവേൻ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. കർത്താവെ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ. ശരീരങ്ങളുടെ സൗഖ്യദായകനും ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ, പാപികളായ ഞങ്ങളിൽ കനിയണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. യുഗങ്ങൾക്ക് മുൻപേയുള്ള ദൈവമേ, താതാദയതൻ നിറകുടമേ, കരുണാലയമാം മിശിഹായേ, ശുദ്ധി നിറയ്ക്കും റൂഹായേ, ഞങ്ങളിലിയലും പാപത്തിൻ മലിനതയെല്ലാം കഴുകണമേ. നിർമ്മലരാക്കി തീർക്കണമേ. നാഥാ, നിൻ സഹവാസത്താൽ ആത്മാവിൻ പരിശുദ്ധിയോടെ തിരുനാമത്തിനു കീർത്തനവും സ്തുതിയും നിതരാമർപ്പിക്കാൻ കരുണയോടിവര് കനിയണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. താതാദയതന്നുറവിടമേ, കേണുവിളിപ്പൂ തിരുമുമ്പിൽ യാചന സദയം കേൾക്കണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, കീർത്തനമെന്നും പാടിയിടും. സ്വർഗഗണത്തിൻ സ്തുതിഗീതം തുണയായി നിത്യവും ഉയരട്ടെ. താവക സന്നിധിയിൽ തനയനുയർത്തും യാചനയാൽ കനിവും കൃപയും അനുഗ്രഹവും ദാസരിലേകാൻ കനിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവിൻ മാതാവേ, നീ ഞങ്ങൾക്കായി സുതനോടർത്ഥന ചെയ്യണമേ. പാവനമാം നിന്നുദരത്തിൽ ഉദയം ചെയ്തവനാം മിശിഹ, അവനുടെ ഔദാര്യത്തികവിൽ കൃപയും കരുണയുമേകിടാൻ സുതനുടെ ദൈവിക രാജ്യത്തിൽ ദൈവപിതാവിൻ സവിധത്തിൽ നിൽക്കാൻ അർഹത നേടിയിടാൻ ഞങ്ങൾക്കായി നീ അർത്ഥിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് പ്രകൃത്യാ പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു. അങ്ങെല്ലാറ്റിലും ഉന്നതനും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ മത്തായി റീസമുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 5, 17 മുതലുള്ള വാക്യങ്ങൾ. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കപ്പെടുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനും ആശ്വാസദായകനുമായ പിതാവേ, ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ വത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ലെയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനമാർക്കും
സന്യാസിനി സന്യാസികൾക്കും അൽമായ പ്രേക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കുന്നതിനും നമ്മുടെ യാചന സ്വീകരിച്ച് നമ്മിൽ കനിയുന്നതിനുമായി സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയിൽ തൻ്റെ ശാന്തിയും സമാധാനവും ലോകാവസാനം വരെ നിവസിപ്പിക്കുന്നതിനായി സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ പിതാക്കന്മാരായ മിത്രാന്മാർ ആജീവനാന്തം കളങ്കവും കുറ്റവുമില്ലാതെ തങ്ങളുടെ അജഗണങ്ങളെ നയിക്കാനിടയാകട്ടെ. സൽപ്രവർത്തികളിൽ പരിപൂർണരായ ഒരു ജനതയെ കർത്താവിനായി ഒരുക്കുന്ന ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്നതിനായി ആയുസ്സും ആരോഗ്യവും നൽകി അവരെ പരിപാലിപ്പിക്കണമെന്ന് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ രക്ഷകനും ജീവദായകനുമായ ഈശോ മിശിഹായുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് അനുസ്മരിക്കാം. അവളിൽ വസിച്ച പരിശുദ്ധാത്മാവ് തൻ്റെ കൃപയാൽ നമ്മെ വിശുദ്ധീകരിക്കുകയും തൻ്റെ അഭീഷ്ടം നമ്മിൽ പൂർത്തിയാക്കി തൻ്റെ സത്യം നമ്മിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. പ്രവാചകന്മാരെയും രക്തസാക്ഷികളെയും വന്ദകരെയും നമുക്ക് അനുസ്മരിക്കാം. അവരുടെ പ്രാർത്ഥനകളും പീഡാസഹനങ്ങളും വഴി അവരോടൊത്ത് നമുക്ക് നല്ല പ്രത്യാശയും രക്ഷയും ലഭിക്കുന്നതിനും സ്വർഗരാജ്യത്തിൽ സത്യവും സജീവവുമായ വാഗ്ദാനം പ്രാപിക്കുന്നതിന് അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കുന്നതിനുമായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരായ മാർ ഗ്രിഗോറിയോസ്, മാർ ബസേലിയോസ്, മാർ യോഹന്നാൻ ക്രിസോസ്തോം എന്നീ ശ്രേഷ്ഠാചാര്യന്മാരെയും മാർ യാക്കോബ്, മാർ അപ്രേം എന്നീ മൽപ്പാന്മാരെയും മറ്റെല്ലാ വേദപണ്ഡിതരെയും പുരോഹിതരെയും ദൈവസന്നിധിയിൽ നമുക്ക് അനുസ്മരിക്കാം. അവർ സാക്ഷ്യം വഹിച്ച വിശ്വാസത്തിൻ്റെ വിശുദ്ധ പ്രബോധനം അവരുടെ യാചനകളാലും പ്രാർത്ഥനകളാലും ലോകാവസാനം വരെ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിലനിൽക്കാനിടയാക്കണമെന്ന് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ദൈവത്തിരുമുൻപിൽ നമുക്ക് അനുസ്മരിക്കാം. അവിടുന്ന് അവരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കുകയും തന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ആനന്ദിക്കുന്നതിന് അവരെ അർഹരാക്കുകയും ചെയ്യുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ രാജ്യത്തെയും ദേശത്തെയും ഇടവകയെയും പ്രത്യേകമായി ഈ സമൂഹത്തെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. യുദ്ധവും അടിമത്വവും കൊള്ളയും ഭൂകമ്പവും ക്ഷാമവും വസന്തയും മറ്റെല്ലാ ദുരിതങ്ങളും നമ്മിൽ നിന്ന് അകറ്റിക്കളയുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട്
നമുക്ക് വിനയപൂർവം പ്രാർത്ഥിക്കാം. ആമേൻ. സത്യവിശ്വാസത്തിൽ നിന്ന് തെറ്റി നടക്കുന്നവരെയും സാത്താന്റെ കിണിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവരുടെ ഹൃദയകാഠിന്യം അവിടുന്ന് മാറ്റിക്കളയുന്നതിനും അങ്ങനെ സത്യദൈവം ഏകനാണെന്നും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അവിടുത്തെ പുത്രനാണെന്നും രക്ഷ അവനിൽ മാത്രമാണെന്നും അവർ ഗ്രഹിക്കുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവം പ്രാർത്ഥിക്കാം. ആമേൻ. മാനസികാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെയും ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സൗഖ്യത്തിൻ്റെയും കരുണയുടെയും ദൂതനെ അവരുടെ പക്കലയച്ച് ആരോഗ്യം പ്രദാനം ചെയ്ത് തൻ്റെ സമൃദ്ധമായ കാരുണ്യത്താലും കൃപയാലും അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവം പ്രാർത്ഥിക്കാം. ആമേൻ. നാം അവിടുത്തെ രാജ്യവും പുരോഹിതനും വിശുദ്ധജനവുമായി തീരുന്നതിനായി ശക്തനും കർത്താവുമായ ദൈവത്തിൻ്റെ പക്കൽ മുഴുഹൃദയത്തോടും ആത്മാവോടും കൂടെ നമുക്ക് നിലവിളിച്ചപേക്ഷിക്കാം. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് കരുണയുള്ള പിതാവും അനുഗ്രഹദാതാവുമാകുന്നു. തൻ്റെ സൃഷ്ടി നശിച്ചു പോകാതെ എന്നേക്കും ജീവിക്കുന്നതിന് അനുദപിച്ച് തൻ്റെ പക്കലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവം പ്രാർത്ഥിക്കാം. ആമേൻ. സകലത്തിൻ്റെയും നാഥനും ആരാധ്യനും പിതാവുമായ ഏകദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് മിശിഹായിൽ നമ്മുടെ ആത്മാക്കൾക്ക് നല്ല പ്രത്യാശയും രക്ഷയും പ്രദാനം ചെയ്തു. തൻ്റെ അനുഗ്രഹവും കാരുണ്യവും കൃപയും അവസാനം വരെ നമ്മിൽ ചൊരിയുന്നതിനായി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് നമുക്ക് വിനയപൂർവം പ്രാർത്ഥിക്കാം. ആമേൻ. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. നമ്മുടെ കർത്താവീശോനാഥൻ അജപാലകരാം ശ്രേഷ്ഠന്മാരെ സഭതന്നുത്തമ വൈദ്യന്മാരായി ആത്മീയ ഔഷധമേകിയയച്ചു. പാപത്താൽ വ്രണബാധിതരെല്ലാം വന്നെത്തിടുവൻ സൗഖ്യം നേടാൻ. എന്നെ സുഖപ്പെടുത്തി ജീവിപ്പിക്കണമേ. അനുതാപത്തോട് സന്നിധി ചേരാം.
പാപപ്പൊറുതീരെന്നു വിളിക്കാം. കർത്താവേ, എൻ പാപകടങ്ങൾ നീക്കിയിടാൻ നീ കനിവാകേണം. തിന്മയിലാണ്ടു കിടന്നവനെ ഞാൻ പാപത്താൽ മൃതി പൂണ്ടുമെന്നിൽ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, നിൻ സ്ലീവായാലേ തിന്മയെ വിട്ടുയരാർന്നവരാകും ദാസർ കലിവൊടു നൽകിയിടേണം നിത്യമഹത്വം സൗഭാഗ്യങ്ങൾ. മർത്യനു ജീവൻ പുനരേകിടും നിന്റെ മഹത്വം ശാശ്വതമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളിൽ കനിവ് തോന്നി ഞങ്ങളിലേക്ക് തിരിയണമേ. അങ്ങയുടെ കൃപാകടാക്ഷവും പരിപാലനവും ഞങ്ങളിൽ നിന്ന് പിൻവലിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാലങ്ങളിലും എല്ലാ സമയത്തും ഞങ്ങളുടെ പ്രത്യാശയും ശരണവും അങ്ങിലാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കുറ്റമറ്റ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിൻ്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറ്റമറ്റ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിൻ്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ തേടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. അവർ അധർമ്മം പ്രവർത്തിക്കാതെ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുന്നു. ദിവ്യനിയമങ്ങൾ താൽപര്യപൂർവ്വം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ തക്കവിധം എന്റെ വഴികൾ ക്രമീകൃതമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നതിനാൽ ഞാൻ ലജ്ജിക്കുന്നില്ല. അങ്ങയുടെ ന്യായവിധികൾ ഹൃദയസ്ഥമാക്കുമ്പോൾ നിഷ്കളങ്ക മനസ്സോടെ ഞാൻ അങ്ങയെ സ്തുതിക്കാം. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിച്ചു, ഒരിക്കലും അങ്ങനെ പരിത്യജിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ മുട്ടിവിളിക്കുന്നവർക്ക് വാതിൽ തുറന്നുകൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ അനുഗ്രഹാശിസുകൾ നിന്റെ ജനത്തിന്മേലുണ്ടാകുമാറാകട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞ അഭയവുമായ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ. നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ. നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ വലത്തുകരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ സഹായം ജീവിതത്തിലുടനീളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ.
കർത്താവെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ തിരുവിഷ്ടം പോലെ റൂഹാദിക്കുദിശ നമ്മെ നയിക്കട്ടെ. അവൻ്റെ കരുണയും ദയയും നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറിയോസേപ്പിൻ്റെയും വിശുദ്ധ സ്ലേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായുടെയും മാർ അപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിലും നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സമയവും കാലവും ക്രമീകരിക്കുന്നവനും സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സകലരെയും നിത്യസൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ. വിശുദ്ധ സഭയെയും പാപികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനെയും തൻ്റെ പരിപാലനത്തിൻ്റെ വലത്തുകരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.